പെന്തക്കോസിൽ നിന്നിടത്തോളം എല്ലാം ശക്തമായിട്ട് നിന്നിട്ടുണ്ട്. ഇല്ല, ഇവിടെ കാനഡ വന്നതിന് ശേഷം. അത് കോച്ചാൻ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇനി വീട്ടിലൊക്കെ വിളിച്ച് നിന്റെ വീട്ടിൽ നിന്നൊക്കെ വിളിയൊക്കെ വന്ന ഒരു സംഭവം ഉണ്ടായി. ഒരു ഉപദേശമൊക്കെ കിട്ടി. എന്തൊക്കെയാ പറയുന്നത്? നീ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മള് സഹോദര പെന്തക്കോസിൽ നിന്നപ്പോ നമ്മള് ശക്തമായിട്ട് നീ അതിന് കാനഡ വന്നിട്ട് എവിടെയാ പെന്തക്കോസ് നിന്നിട്ടുള്ള? കാനഡ വന്നിട്ട് പെന്തക്കോസിലായിരുന്നല്ലോ. ഏത് പെന്തക്കോസില്? നമ്മള് തർക്കം വേണ്ടത്. കൃപയ്ക്കായി നീ പെന്തക്കോസില് ഇവിടെ വന്നിട്ട് നീ ഒന്നിലും ആക്റ്റീവ് അല്ലായിരുന്നു സഹോദരൻ. വർഷിപ്പിലോ? വർഷിപ്പ് വരെ ലീഡ് ചെയ്തോണ്ടിരുന്ന ഒരു മാസം നിങ്ങൾ അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്ത് പറയാൻ? വർഷിപ്പ് ലീഡ് ചെയ്തു ചുമ്മാ തള്ളി മറിക്കുക. അല്ല, എന്നിട്ട് എന്നെ പറ്റിയത് നിനക്ക് ഈ 3 ആഴ്ച കൊണ്ട്? ഞാൻ ചിന്തിച്ചു സഹോദര, കേട്ടപ്പോഴേ ഇപ്പൊ നമ്മള് അന്ന് പറഞ്ഞല്ലോ, ഇപ്പം ഇതുമായി ഒരു മിനിറ്റ് നമ്മള് ഇതെല്ലാം വിശദമായിട്ട് സംസാരിച്ചല്ലേ കോഴിച്ചായ കഴിഞ്ഞ ദിവസം. കോഴിച്ചായന് അത് പിന്നെ അവസാനം എവിടെ പോകണമെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ബിന്നിക്കിന് വേറെ എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ കാണാൻ പറ്റുമോ, അതിനൊരു ഇതിൽ ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ഓർത്തിട്ടായിരുന്നു. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പല ആൾക്കാരോട് ഇഷ്ടംപോലെ ചോദിച്ചു. അപ്പം ഇപ്പൊ ശിവചാൻ പറഞ്ഞ പോലെ പ്രിൻസിപ്പാസിന് ആദ്യമായിട്ടാണ് ഉറക്കം വരുന്നു പറഞ്ഞ് പോയത്. ചോദിച്ചു എവിടെ റീപ്ലൈ എടുപ്പുണ്ട്, നോക്കിയാൽ മതി. ശിവ പാസ്റ്ററും അത് കണ്ട് സാക്ഷിയാണ്. പുള്ളി കുറെ അങ്ങോട്ട് ചോദിച്ചു, പുള്ളിക്ക് ഉറക്കം വരുന്നു. ഇന്ന് വരെ ഞാനത് പുള്ളിക്ക് ഉറക്കം വരുന്നു അങ്ങനെ ഒരു ഇതായിട്ട് കേട്ടില്ല. പുള്ളി എത്ര ആണെങ്കിലും രാത്രി മൊത്തം ഇരിക്കുന്ന ആളാണ്. പുള്ളിക്ക് ഉറക്കം പോയപ്പോ അതിനകത്തൊരു ദുരൂഹത തെളിഞ്ഞു. ഓർത്തൊരു വലിയൊരു സാധനമാണ് നിന്റെ കൂടെ കൂടിയേക്കണേ. ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഒരു പുതിയതായിട്ടൊരു $1 million ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നുമല്ല. ഇത് ഇവിടെ വർഷങ്ങളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു ആൻസർ ആണ് നമ്മൾ അന്വേഷിക്കുന്നത്. പെന്തക്കോസ്തുകാര് പറഞ്ഞു വന്ന ഫ്രീ വിൽ വരെ പറയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആരും അങ്ങോട്ട് പിടി തരുന്നില്ല. മനസ്സിലാകുന്നില്ല. ആൻസർ കിട്ടിയാല് അല്ല, നിന്റെ ചോദ്യം അനുസരിച്ച് ഫ്രീ വില്ല് ഇല്ലല്ലോ. ഫ്രീ വില്ല് ഈ പെന്തക്കോസ്തുകാർ തന്നെ നമുക്ക് 2-3 അഭിപ്രായം ഉണ്ടല്ലോ. ചിലർ അഷുറൻസ് ഓഫ് സാൽവേഷനിൽ വിശ്വസിക്കുന്നവരുണ്ട്, ചിലർ വിശ്വസിക്കുന്നില്ല. ചിലർ പറഞ്ഞ് രക്ഷ നഷ്ടപ്പെടും, ചിലർ പറഞ്ഞ് നഷ്ടപ്പെടത്തില്ല, ചിലർ പറഞ്ഞ് എല്ലാം പ്രീഡിസ്റ്റൈൻ ആണ്, ചിലർ പറഞ്ഞ് എല്ലാം ഇല്ല. പ്രീഡിസ്റ്റൈൻ ആന്ന് പറയുമ്പോ എന്താണ്? ഫ്രീ വില്ല് ഇല്ലല്ലോ. ദൈവത്തിന്റെ മുൻനിർണയത്തിലെല്ലാം നടക്കുവാന്നല്ലേ. അതാണല്ലോ ഈ കാൽവിനിസ്റ്റുകളൊക്കെ ഫ്രീ വില്ല് മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻനിർണയം ഇല്ലല്ലോ. അതാണ് പറയാം. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് പോലും അത് ദൈവം തെരഞ്ഞെടുത്താന്നാ പറയുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് പിന്നെ എന്താ പറയാ, ഫ്രീ വില്ലിന് എന്താ കാര്യമുള്ളൂ. അത് തന്നെയാണ് എന്റെ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ടും. അതായത് ഫ്രീ വില്ലിന്റെ ഇതിനകത്ത് ഇന്ന് തെരഞ്ഞെടുക്കുമെന്ന് ദൈവത്തിന് അറിയാമല്ലോ. എന്തൊരു ദൈവം നമ്മള് നേരെ തിരിച്ചും സംഭവിക്കുന്നില്ലേ. നമ്മള് വിശ്വാസം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ വില്ലില്ല ദൈവം നിൽക്കുന്നത്. ദൈവം അല്ലെന്ന് പറയാൻ പറ്റുന്ന ഇങ്ങനെ ദൈവം അല്ലാന്ന് അങ്ങനെ എല്ലാ ഡെഫിനിഷനും ഉണ്ട്. നമ്മൾ പറയുന്നത് ദൈവം കേട്ട് കഴിഞ്ഞാൽ ദൈവം അല്ലാതിരിക്കും. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയാണ്. അതിനകത്തൊരു തർക്കമില്ല. അല്ലെങ്കിൽ ദൈവമല്ല. അതുകൊണ്ട് എന്താണ് സർവ്വവ്യാപിയായ ഒരാൾക്ക്? ഇപ്പൊ ഞാൻ സർവ്വവ്യാപിയാണെങ്കിൽ എനിക്ക് എന്താ ഹെൻറി എന്നോട് പ്രാർത്ഥിച്ച് കേൾക്കാൻ പാടില്ലെന്നുണ്ടോ? ചെയ്യരുന്നുണ്ടോ? എന്റെ മനസ്സ് മാറ്റാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറയാം, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം ഉണ്ടായി ഇല്ലേ? പ്രാർത്ഥിച്ചു. ഇപ്പൊ 15 വർഷം പുള്ളിക്ക് നീട്ടിക്കിട്ടി. അപ്പൊ മുൻനിർണയം അനുസരിച്ചായിരുന്നു പുള്ളിയെ മരണപ്പെടണമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മുൻനിർണയം അനുസരിച്ചാണ് രോഗം ഉണ്ടായെങ്കിൽ അപ്പൊ ആ രോഗത്തെ മാറ്റുന്നുണ്ടല്ലോ. നമ്മുടെ പെന്തക്കോസ്തുകാര് വിശ്വാസത്തെ സകലത്തെ മാറ്റിമറിക്കും ഹെൻറി. അത് അങ്ങനെ സംഭവിക്കുന്നു, മാറ്റുമെന്നും എല്ലാം ദൈവത്തിന് അറിയാം. പറ്റി കമ്മിറ്റിക്ക് മാറ്റം വരുത്താൻ അതും ദൈവത്തിന് അറിയാലോ. ഇവനിങ്ങനെ പ്രാർത്ഥിക്കുമെന്നും ഇവൻ ഭേദഗതി വരുത്തി ഇത് അമെന്റ്മെന്റ് ചെയ്യുമെന്നൊക്കെ അറിയാലോ. ഇവനെ പ്രശ്നം തോന്നും എല്ലാം ദൈവത്തിലായില്ലോ. അതെ, പിന്നെ തർക്കമില്ലല്ലോ. അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ. എന്താണ് ഒക്കാത്ത? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ഈ ദൈവം സർവശക്തിനും സർവജ്ഞാനിയും എല്ലാം അറിയുന്നതാണ്. ദൈവത്തിന് അറിയാം നാളെ എന്ത് നടക്കും, മറ്റന്നാൾ എന്ത് നടക്കും, 10 വർഷം കഴിഞ്ഞ് നടക്കും എല്ലാം അറിയാം. അത് 10 വർഷം കഴിഞ്ഞ് ഇന്ന ആള് പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് മാറ്റി കൊടുക്കും. ഇതെല്ലാം ദൈവത്തിന് അറിയാം. അതാണല്ലോ സർവജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഈ നമ്മൾ അന്ന് പറഞ്ഞ എക്സാമ്പിളിനകത്ത് ആ റേപ്പ് ചെയ്യുന്ന ആളെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അത് ദൈവത്തിന് കുറ്റം പറയുന്നത്. ഞാൻ പഠിച്ചു വന്ന വിശ്വാസത്തിൽ അവർ നരകത്തിൽ പോകുന്നതാണോ? അത് പറ. അതില്ലെന്നല്ലേ നമ്മളീ പറയുന്നേ. ഓക്കെ, അപ്പൊ കോശിച്ചായന്റെ വിശ്വാസത്തിൽ എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ആണോന്ന് ഞാനൊരു ഊഹിക്കുകയാണ്. കോശിച്ചായന്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ യേശുക്രിസ്തു നമുക്ക് പാപത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതായത് ഇപ്പൊ ഈ റേപ്പ് ചെയ്യുന്നവനും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല എനിക്ക് വേണ്ടി യേശുക്രിസ്തു
മരിച്ചു തോന്നുന്നു. പുള്ളിനെ തല്ലി കൊന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ പിന്നെ ദൈവം എല്ലാ നിങ്ങൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ അപ്പൊ ആരാ? നിങ്ങൾ ക്രൂശിച്ചു എന്നല്ലേ പത്രോസ്ലീഹ പറയുന്നത്? നിങ്ങൾ ക്രൂശിച്ചു കൊന്നു എന്നല്ലേ പറയുന്നത്? മരിച്ചു എന്ന് എവിടെ പറയുന്നത്? ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ച് സാത്താനല്ലേ യൂതയുടെ ഉള്ളിൽ കിടന്നത്. ഇപ്പൊ സാത്താനല്ലേ ആരാധിക്കണ്ടേ? നന്ദി പറയണ്ടേ? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ പൊന്നു സാത്താനേ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അപ്പൊ നമ്മുടെ നന്മയ്ക്ക്, എന്റെ നന്മയ്ക്ക് വേണ്ടി ഈ പുള്ളിനെ കൊല്ലണം എന്നുള്ള പദ്ധതിക്കകത്ത് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചതും എല്ലാം ചെയ്തതും ഈ പ്രിയപ്പെട്ട എന്റെ സാത്താനാണ്. അവൻ എത്ര നല്ലവൻ! ദൈവഹിത അറിഞ്ഞ ഒരേ ഒരാള് സാത്താനാണ്. അതിപ്പോ നമ്മളിപ്പോ സാത്താൻ എത്ര നല്ലവൻ എന്ന് മതിയായെന്ന് പാടേണ്ടി കറക്റ്റാണ്. അങ്ങനെ വെക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു മനുഷ്യനെ തല്ലി കൊന്നിട്ട് എന്റെ പാവം നീക്കുന്നു. അങ്ങനത്തെ ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. എന്തൊരു കഷ്ടം! അതവൻ സ്നേഹം കൊണ്ട് അവൻ നിന്നു, അത്രേ ഉള്ളൂ. അവനെ തല്ലിയപ്പോഴും അവൻ മിണ്ടിയില്ല, ശകാരിച്ചപ്പോഴും അവൻ മറുത്തു പറഞ്ഞില്ല, അവനോടൊന്ന് ഇറങ്ങി ഓടിയില്ല. ആരോടുള്ള സ്നേഹം കൊണ്ട്? നമ്മളോടുള്ള സ്നേഹം. അപ്പൊ നമ്മളോടുള്ള സ്നേഹം അത്രേ ഉണ്ടെങ്കിൽ ആ സ്നേഹവാന അവിടുന്ന്, അതായത് എസ്കേപ്പ് അടിച്ചില്ലെന്ന് ഞാൻ പറയുന്നത്, മനസ്സിലാവുന്നുണ്ട്? ഇല്ല. അപ്പൊ ഈ അത്രയും സ്നേഹവാന ദൈവമാണോ ആ പാവം പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ നിന്ന് കൊടുക്കുക, അനുവദിച്ചു കൊടുക്കുന്നത്? അപ്പൊ യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചപ്പോ യേശുക്രിസ്തു എല്ലാം സഹിച്ചില്ലേ? അപ്പൊ വ്യക്തിമായിട്ടുള്ളവര് സഹിക്കുക. അയ്യോ, പുള്ളിക്കാരുടെ കുരിശാണ്. ഓരോരുത്തർക്കും ഒരു കുരിശുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, കാനഡയില് ഹെൻറി കാനഡയിൽ പോയി. ഹെൻറി ഈ തണുപ്പത്ത് പോയി വീട്ടുകാരും നാട്ടുകാരും വിട്ട് ജീവിക്കുന്ന അതൊരു കുരിശല്ലേ? അത് നിങ്ങൾ എടുക്കുന്നില്ലേ? അതിന്റെ എല്ലാ തിക്താനുഭവങ്ങളും ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ വലിയ കാര്യങ്ങളൂടെ പറഞ്ഞു വെച്ചത്. അത് പുള്ളിക്കാരുടെ ലൈഫിൽ കുരിശാണ്. ഇപ്പൊ ഞാൻ പറയാം, ഹെൻറി ഒരാൾ വെറുതെ നടന്നു പോകുമ്പോ ഹെൻറിയെ തല്ലിയിട്ട് പോയി. ഹെൻറിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്. അപ്പൊ അങ്ങനെ കുറെ ഭ്രാന്തന്മാരെ ചുറ്റുമുണ്ട്. അപ്പൊ അതൊരു കുരിശായിട്ട് എടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടേക്കോ. നമ്മൾ അങ്ങനെ കാണാനുള്ള ഒരു വലിപ്പം നമുക്കുണ്ടെങ്കിൽ അങ്ങനെ കണ്ടേക്കോ. അങ്ങനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ അങ്ങനെ പറയുമ്പോ ഈ വാദം അനുസരിച്ച് അത് ശരിയാ. അതായത് യേശുക്രിസ്തുവിനെ കൊന്നതും ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് സാത്താനാന്നുള്ള വാദം ആര് വെക്കുന്നോ അവർക്ക് ഈ വാദം കറക്റ്റാ. എനിക്ക് ആ വാദമില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല സാത്താൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ നിങ്ങളുടെ ചിന്തയിലാണെന്നാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ ഇത് കേക്ക്, നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങള് ഹെൻറി ഇങ്ങനെ ചോദ്യങ്ങളുടെ ഒരു മാലപ്പടക്കം വിടാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കും. അതായത് രമണ, ഈ ഒരു മനുഷ്യനെ തല്ലിക്കൊന്നിട്ട് എന്റെ പാപം മാറ്റി ദൈവം അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ, അങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ ആ കാര്യം ചെയ്യാൻ ദൈവം ഉപയോഗിച്ചത് സാത്താനെയാണ്. അത് അങ്ങനെ വാദെടുക്കുന്നവർക്ക് ഈ റേപ്പ് ചെയ്തവന്റെ കേസിലും അതിനകത്ത് നിങ്ങൾക്കൊരു മറുചോദ്യം ആവശ്യമില്ല. അവനെ കൊണ്ട് റേപ്പ് ചെയ്യിപ്പിച്ച് ദൈവമാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഇപ്പൊ മനസ്സിലായോ? എന്നിട്ട് പ്രിൻസ് തന്നെ പറഞ്ഞു. പ്രിൻസ് പറഞ്ഞതൊന്നും പറയണ്ടത്, ബിക്കോസ് അവര് പറയുന്ന ഇവിടെ വരെ അറിയാമല്ലോ. കാര്യം പറഞ്ഞു, അത് സ്നേഹവാനായ ദൈവം ഫ്രീവില് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫ്രീവില് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ ബാക്കി ചെയ്യുന്നൊക്കെ ദൈവത്തിനൊരു പങ്ക്. ഇത് പല പല വിഷയങ്ങളാണ് ഹെൻറി. ഈ മുൻനിർണയം, ദൈവത്തിന്റെ മുൻനിർണയത്തിലെല്ലാം നടക്കുന്ന പറയുമ്പോൾ അവിടെ ഫ്രീവിൽ ഇല്ല കേട്ടോ. നമ്മളത് ലോജിക്കാണത്. ഇപ്പൊ എന്റെ മനസ്സ്, എന്റെ മനോധർമ്മവും എന്റെ ഇതനുസരിച്ചാണ് ഹെൻറി നടക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ പിന്നെ ഹെൻറിക്ക് ഫ്രീ വില്ല് ഇല്ലല്ലോ. ആ ഫ്രീ വില്ല് പോലും എന്റെ കൺട്രോളിലാണല്ലോ. അപ്പൊ കാൽവിനിസ്റ്റുകാരെ സംബന്ധിച്ചോളം അവരൊരിക്കലും മനുഷ്യന് ഫ്രീ വില്ല് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഫ്രീ വില്ല് ഇല്ല മനുഷ്യന്. പെന്തക്കോസ്തുകാർ പറയുന്നത് ഫ്രീ വില്ല് ഉണ്ടെന്നാണ്. അപ്പൊ ഈ പ്രിൻസും ഫൈവും എല്ലാം ഒന്നിച്ചിരിക്കുന്നേ. അപ്പൊ ഇവര് ഇങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെ ഇത് ശരിയാവും? ഉണ്ടെന്നാ പറയുന്നത്. അത് ഫൈവിന്റെ വാദം അനുസരിച്ച് ഇല്ലല്ലോ. എല്ലാം കലങ്ങി കിടക്കുവാണ് ഇതെല്ലാം. ഒരു ഉത്തരവില്ലാത്ത കാര്യമാണ്. അതിനാർക്കൊരു ഉത്തരം ഉണ്ടോന്ന് ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ട്. അതായത് ഈ നമ്മൾ എപ്പോഴും ചോദ്യം കൊണ്ടുവരുന്ന അതിനനുസരിച്ച് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ചോദ്യകർത്താവിന്റെ മനസ്സിൽ മറ്റു പലതും കിടക്കുന്നുണ്ടെങ്കിൽ ആ ധാരണകൾ ആദ്യം ശരിയാക്കണം.
കാരണം ഇവന്റെ സഹോദര ചോദ്യങ്ങൾ ഇവന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ഏത് വ്യക്തി എടുത്ത് ഇവന്റെ ചോദ്യങ്ങൾ ഇവന്റെ ആശയങ്ങളെ കൺഫ്ലിക്ട് ചെയ്യുന്ന റെഫ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ നമ്മളത് അതല്ല ക്ലിയർ ചെയ്യണ്ടേ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ പറഞ്ഞ കാര്യം അപ്പൊ അത് ക്രൂശിലെ പറഞ്ഞതാ. എന്നാ പിന്നെ നിങ്ങൾ പറ ഫ്രീ വിൽ ഉണ്ടോ ഇല്ലയോ ദൈവത്തിന്റെ മുകളിൽ അത് പറഞ്ഞതാ, അതല്ലേ അപ്പൊ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ദൈവം സർവശക്തനാണ്, ദൈവത്തിന്റെ എല്ലാം ഫോർനോളജിലാണ് എല്ലാം സംഭവിക്കുന്നത്, ദൈവത്തിന്റെ പ്ലാനും പദ്ധതി എല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റേപ്പ് കേസ് കൊണ്ടു വെക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടു വെക്കുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെ അത് നിങ്ങൾ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്രൂശിലെ മരണം ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്നുള്ളത് കിടക്കുന്നതുകൊണ്ടാണ്. മനസ്സിലാവോ? അപ്പൊ പക്ഷെ ഇത് എന്നാ അല്ലെങ്കിൽ കണക്കിടാകും. പറഞ്ഞ എങ്ങനെയാണ്? അത് പ്ലാനൊന്നുമല്ല, ദൈവത്തിന്റെ പ്ലാനൊന്നുമല്ല യേശു ക്രിസ്തുവിനെ കൊല്ലുക എന്നുള്ളത്. ഒരു മനുഷ്യനെ കൊന്നിട്ട് വേണം ദൈവം ഭൂമിയിലോട്ട് നമുക്ക് വേണ്ടി പിതാവ് ലോകത്തെ സ്നേഹിച്ചു പുത്രനെ നൽകിയെന്ന് പറഞ്ഞാൽ കന്യാമറിയത്തിലൂടെ നമുക്ക് നൽകിയെന്നാണ്, അല്ലാതെ കുരിശിൽ തല്ലി കൊന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ആദ്യം പെന്തക്കോസ്തിലുള്ള ഈ ഊളത്തരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോയി കഴിയുമ്പോൾ ആ യഥാർത്ഥമായ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ആരും മറുപടി തരേണ്ട സമയം ആവശ്യം വരത്തില്ല. അല്ല, അത് മാറ്റി സമ്മതിച്ചു. പക്ഷെ അതിന് മറുപടി എങ്ങനെയാന്ന് പറ. അപ്പൊ ഇത് നടക്കുന്നത് എങ്ങനെ, എന്തുകൊണ്ടാണ്, അപ്പൊ എന്താണ് എന്റെ ഒരു കാര്യം പറ. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സഹോദരി. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവം ഇങ്ങനെ റോബോട്ടായിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ റിമോട്ട് വെച്ച് നമ്മളെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ചിന്ത തന്നെ മാറ്റിക്കളാ. അല്ലെന്നേ, പക്ഷെ അപ്പൊ ആ, ദൈവത്തിന് അറിയാലോ. അത് കാര്യം നമ്മളെന്തിനാ അത് ചിന്തിക്കുന്നത്? നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. ഞാൻ അന്ന് സഹോദരൻ, പറഞ്ഞ ഇപ്പൊ ഞാൻ സെയിം. പറയാം, എന്റെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ അവൻ കളിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ അവന്റെ കുസൃത്തരങ്ങളായിട്ട് അവൻ കാണിക്കുന്ന കാര്യം എനിക്ക് അറിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യിക്കുന്നു വരുമോ? നിങ്ങൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം, ആ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾക്ക് മോനുണ്ട്, നിങ്ങളുടെ അവിടെ കിണറിൽ ചാടാതിരിക്കാനും അവസരം കൊടുത്തു, നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്നേഹവാനായ സർവശക്തന സർവജ്ഞാനി, സ്നേഹവാനായ ഒരു അപ്പനാണ്. അപ്പൊ ആ സ്നേഹവാനായ അപ്പൻ ഇവന് ഓപ്ഷൻ, അവന് ഒന്നും ചെയ്യുന്നില്ല, ഇവന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചാടാൻ. അപ്പൊ അവൻ അതിനകത്ത് നിന്ന് ചാടാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അപ്പൊ ഇത് നിങ്ങൾ സ്നേഹവാനായ നിങ്ങൾക്ക് അത് നേരത്തെ അറിയാമായിരുന്നു, ഇവൻ ചാടാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ടും അവൻ അത് ചാടി, അവൻ മരിച്ചുപോയി. ഇവിടെ അപ്പൊ നിങ്ങൾക്ക് അത്ര സ്നേഹം ഉള്ളൂ. അപ്പൊ അതേ സ്നേഹത്തിന് ലിമിറ്റ് അവിടെ വന്നില്ലേ? ഞാൻ പറയട്ടെ, ഇപ്പൊ കിണറ്റി ചാടിയിട്ട് അവ മരിക്കും അല്ലെങ്കിൽ മരിക്കില്ല എന്ന് അറിയില്ല, അതുപോലും അറിയില്ലെങ്കിൽ അവൻ മരിക്കട്ടെ. മനുഷ്യന് ബലഹീനത. നിങ്ങളുടെ മോൻ, നിങ്ങൾ സർവശക്തനാണ്, മോൻ എന്ന് പറയാൻ ബലഹീനതയുള്ള ആളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മോൻ സർവശക്തനാണെങ്കിൽ അങ്ങനെ സമ്മതിക്കും. മോൻ സർവശക്തനല്ല, നിങ്ങളാണ് സർവശക്തനും സർവജ്ഞാനി. മോൻ ബലഹീനതയുള്ള ആളും തെറ്റുകൾ സംഭവിക്കാൻ ചാൻസ് ഉള്ള ആളുമാണ് എന്ന് പറയാൻ നിങ്ങൾ സ്നേഹം ഇല്ലാതാവൂ? നമ്മളവന്റെ ചാടരുന്ന് പറയണം. പറഞ്ഞു നിങ്ങൾക്ക് അറിയായിരുന്നു അവൻ ചാടുവെന്ന്. ചാടരുന്ന് പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ സഹോദരൻ. നമ്മൾ അവനെ കയറിയിട്ട് കൺട്രോൾ ചെയ്ത് അവനെ നമ്മള് നിങ്ങൾ സർവശക്തൻ സർവജ്ഞാനി ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറ്റണ്ടേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അത് ഓരോരുത്തരുടെ ചോയ്സിലാണ്. സ്നേഹത്തിന് അവിടെ ലിമിറ്റ് വന്നില്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, അത് ഫോർനോളജ് അല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ദൈവത്തിന്റെ നിർണ്ണയമല്ലല്ലോ. ഈ ദൈവത്തിന് പറയേണ്ട വരുന്നു എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ പറയാണ് ചാടരുന്ന് പറയേണ്ട വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അറിവും, ഞാൻ സർവശക്തനല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ലേ? അപ്പൊ സർവശക്തനല്ലാന്ന് പറയുന്നത്, അപ്പൊ സർവശക്തനല്ല ഈ വാദം. അതായത് ഹെൻറി കൊണ്ടിരുന്ന വാദം അനുസരിച്ച് ദൈവം സർവശക്തനല്ല. ഞാൻ ഒരു വാദം കൊണ്ടുതരും, ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നേ. ഞാൻ പറഞ്ഞില്ല, എനിക്കിതിനകത്ത് ഞാൻ ഒരു സാധനം റിസോഴ്സ് എടുക്കുന്നില്ല എന്റേതായിട്ട്. നിങ്ങൾ തന്നെ പറയുന്നു ഒരാളെ റേപ്പ് ചെയ്യുന്നു, അത് ദൈവം സർവശക്തനാണ്, ദൈവം തടയണ്ടേ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ആ ദൈവം സർവശക്തനല്ല. കാരണം ദൈവത്തിന് ഇങ്ങനെ ഡ്യൂട്ടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ദൈവത്തിന് മേലെ ആരോപിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന നിങ്ങളുടെ ദൈവം, എന്റെ ദൈവത്തിന് ഇങ്ങനത്തെ നിങ്ങൾ ചിന്തിക്കുന്നത്, എന്റെ ദൈവത്തിന് ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, കക്കൂസി പോകുന്നു, അതിനൊക്കെ ഇങ്ങനെ അന്ന് കക്കൂസി പോണ്ട എന്ന് പറയുന്നു, പല്ല് കഴിക്കുമ്പോ. അങ്ങനെ ഒരു ദൈവത്തിൽ നമ്മൾ പ്രതിദാനം ചെയ്തില്ല. ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ മനോധർമ്മത്തിൽ, നമ്മുടെ മനോമണ്ഡലത്തിൽ അതിനെക്കുറിച്ചൊരു ചിന്തയുണ്ട്. ആ ചിന്ത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് കൊണ്ടിട്ട് ഒരു മനുഷ്യനെ പോലെ വന്ന് ഇങ്ങനെ ദൈവം വന്നിരുന്ന് എല്ലാത്തിലും വന്നിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്തയൊന്നും നമുക്കില്ല. അത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട്. നിങ്ങൾ സ്നേഹവാനായ അപ്പനല്ലേ? നിങ്ങളുടെ ഒരു മോൻ എന്ത് തെറ്റ് ചെയ്താലും സ്നേഹത്തിന് അത് ഇതുമായിട്ടൊന്നും കണക്കില്ല തോന്നുന്നു. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഞാനും ഹെൻറി ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്നു. ഹെൻറി ആ വീട്ടിൽ നിന്ന് വിട്ടിട്ട് പോകണം. ഹെൻറി ഒരു അപകടത്തിലേക്ക് പോകണമെന്ന് എനിക്കറിയാം. പക്ഷെ ഹെൻറിയെ ഞാൻ പോകരുന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തടയുന്നു. ഹെൻറി പോകുന്നു. പോയി ഹെൻറിക്ക് ഒരു കലാമിറ്റിയിൽ എന്തെങ്കിലും പോയി ഹെൻറി മരിക്കുന്നു. എന്റെ സ്നേഹം എവിടെ കുറയുന്നേ? അത് ഹെൻറിയെ ഞാൻ തടയും. അപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് മനുഷ്യരെ
അതാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങളോട് ആരാണ് ഈ ചോദ്യം ചോദിച്ചത് അവരുടെ സ്കെയിലില് മാനുഷികമായ എന്നോട് ആരും ചിന്തകളിലൊക്കെ. ചോദിച്ചതല്ല. ഞാൻ ആ ചോദ്യം കേട്ടപ്പോ എന്റേതുള്ള ആരാ പറഞ്ഞത്. അപ്പൊ ഈ എക്സാമ്പിളൊക്കെ ആ, ഞാൻ അതെ പറഞ്ഞത് അതെ അത്. ആ അതെ അതെ അത് ആ ചോദ്യം ചോദിച്ചവരുടെ മനോധർമ്മത്തിൽ ഒരു ദൈവം ഇരിപ്പുണ്ട് ഹെൻറി. അതനുസരിച്ചാണ് അവര് ചോദിക്കുന്നത്. അവരാ ദൈവത്തെ വിട്ട് ഒരു നിരീശ്വരവാദ ഇതെന്നല്ല കേട്ടത്. അപ്പൊ ആ നിരീശ്വരവാദി നിങ്ങൾ അത് വിട്. അവനെ അതിന്റെ സംബന്ധിച്ചുള്ള ഒന്നും അവൻ പറയണ്ട. മനസ്സിലാക്കിയ ദൈവം അവന്റെ വീടിന്റെ അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇത് വിഷയം അതല്ല ദൈവം കോശ. എന്നുള്ളത് ആദ്യം പ്രശ്നമുണ്ടെന്നേ. ഈ ദൈവം ഓരോരുത്തർക്കും ഇപ്പൊ ഒരു ചുറ്റമ്പലത്തില് ഇത് കേക്ക് കുടുംബക്കാവുകളുണ്ട്. കുടുംബത്തിൽ തന്നെ ക്ഷേത്രങ്ങളുള്ള വീടുകളുണ്ട്. അവിടെ ഇരിക്കുന്ന ചെറുപ്പം അവന്റെ മനസ്സിൽ ദൈവം. അപ്പൊ ആ ദൈവത്തെ കുറിച്ച് അവൻ ചിന്തിക്കും, ദൈവം എന്ന് പറയുകയും അവൻ വാദിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തെ കണ്ടിട്ടുള്ള ചിന്തകളായിരിക്കും. മനസ്സിലായോ? അപ്പൊ എല്ലായിടത്തും അത് പ്രശ്നമാണ്. ഇത് അവിടെയും ഓരോരുത്തരുടെ തൊടാതെ ചോദ്യത്തിൽ ഇവിടെയും തന്നെ തൊടാതെ ആ മനസ്സിൽ ദൈവം എന്ന് തൊടാതെ പറയുമ്പോ അപ്പൊ ദൈവം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി താ. അതല്ലേ ഞാൻ അല്ല, ചോദിക്കുന്നേ. ഞാൻ പറയട്ടെ ഹെൻറി. അല്ല, വേറൊരു കാര്യം ഞാൻ പറയാം ഹെൻറിയോട് പറയട്ടെ. ഹെൻറി ഈ എന്നെ വിട്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ശരിയെന്ന് കാര്യത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തി താ. എന്നെ വിട്. എന്തിനാണത് അതങ്ങനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് ദൈവം എന്താ എന്തിനാ നിങ്ങൾക്ക് ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ദൈവം എന്റെ ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാനാണ് ഹെൻറിക്ക്? അത് പറ. എനിക്ക് വിശ്വസിക്കാനാണ്. എനിക്ക് വിശ്വാസിയാവാനാണ്. എനിക്ക് ആ നിങ്ങൾ എന്തിനാണ് ദൈവസ്നേഹം ദൈവത്തെ അനുഭവിക്കാൻ വിശ്വസിക്കുന്നത്? വേണ്ടിയാണ്. എന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ പുള്ളിനെ വിശ്വസിക്കുന്നത്? ആ ദൈവസ്നേഹം അനുഭവിക്കാൻ നമ്മള് ഇത് തന്നെ പറയുന്നുണ്ടല്ലോ. നമ്മള് എന്താ വിശ്വാസം, പ്രത്യാശ ഇതൊക്കെ കിട്ടാൻ വേണ്ടി. പ്രത്യാശയോ? അതെന്താ സാധനം? നിങ്ങള് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ പുലമ്പുന്നു കേട്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്? അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പിന്നെ വിശ്വസിച്ചത്? ഞാൻ അവിടെ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. നിങ്ങളെങ്ങനെ നിങ്ങളെങ്ങനെ ഒരു ഓർത്തഡോക്സുകാരനായത്? ഓർസസ് നമ്മുടെ അതൊരു കമ്മ്യൂണിറ്റി അല്ല. അതിനകത്ത് നമ്മൾ നിൽക്കുന്ന ഒരുമിച്ച്. ആ അതാ പറഞ്ഞു. അപ്പൊ അവിടെ പോയപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങൾ പോയപ്പോ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചൊല്ലുമല്ലോ. അതല്ലേ വിശ്വാസി എന്ന് പറയുന്നത്. ഞങ്ങൾ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള ആ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ. അതാ പറഞ്ഞു. ആ അപ്പൊ നിങ്ങൾ അത് ദൈവത്തെ ഞങ്ങളോട് വിശ്വസിക്കുന്നു. ചൊല്ലാൻ എല്ലാ ദിവസങ്ങളും ചെല്ലണമെന്ന് പറഞ്ഞ് ചൊല്ലുന്നു. പോയിച്ചാലും വേറെ സമയം മെനക്കെടുത്തത്. അവിടെ തൊടത്തില്ല, പിന്നെന്താണ് ഇവിടെ തൊടത്തില്ല. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നിട്ട് ഒരു നാമം പരിശുദ്ധ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് ഞങ്ങൾ ചെല്ലുന്നു. നിങ്ങൾ അവിടെ നടക്കുന്നില്ല. പിന്നെ വിളി, പിന്നെ ഇത് വിളി, ഒരു സത്യമായ കാര്യം പറയുന്നത്. അത് ചൊല്ലാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. വിളി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഒരുപാട് അങ്ങ് പോയി പെന്തക്കോസ്തില്. നിങ്ങൾ അങ്ങ് പറന്ന് ഇവിടെ നിന്നെല്ലാം പോയി. ഈ ലോകത്തു നിന്നൊക്കെ നിങ്ങൾ അങ്ങ് പോയി. അതാ നിങ്ങൾക്ക് പറ്റിയത്. നിങ്ങൾ വേറെ എവിടെയോ ആണ് ഇപ്പൊ. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാ, താഴെ ഭൂമിയിലേക്ക് വാ. നമ്മളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളുടെ തന്നെ ഇതിപ്പോ നിങ്ങൾ ചുമ്മാ അവിടെയും തൊടത്തില്ല, ഇവിടെയും തൊടത്തില്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരത്തില്ല. നിങ്ങൾ ഓൾറെഡി രക്ഷപ്പെട്ടിരിക്കുക ഹെൻറി. ഞാൻ പറയുന്നത് അങ്ങനെയാ. നിങ്ങൾ ഓൾറെഡി രക്ഷപ്പെട്ടു. അത് രക്ഷപ്പെടണമല്ലോ. കാരണം നിങ്ങളുടെ ബൈബിൾ അനുസരിച്ചിട്ട് അല്ല, നമ്മുടെ ബൈബിൾ അനുസരിച്ചിട്ട് അതല്ലേ ദൈവം ആഗ്രഹിച്ചത്. എല്ലാരും രക്ഷപ്പെടണമെന്നല്ല. അപ്പൊ അത് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ പദ്ധതി പൊളിഞ്ഞില്ലേ. അത് സാർ ദൈവം എങ്ങനെ ആവുന്നത്? എന്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയും? ദൈവം രക്ഷപ്പെടുന്നത് എന്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ആരോട് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഇവിടെ ബൈബിൾ അനുസരിച്ച് പാപം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. പാപം ഉണ്ടായി മനുഷ്യന്. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ, ആ, എല്ലാരും ദൈവം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ആ എന്നിട്ട് ഒരു പാപം ചെയ്യാത്ത ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നതിൽ പാപം ചെയ്യാത്ത ഒരാളുടെ പേര് പറഞ്ഞു. പാപം ചെയ്യാത്ത അങ്ങനല്ല. അതായത് ആ, നമ്മുടെ ഈ പിന്നെ പോയില്ലേ? നിത്യശിക്ഷ എന്നൊക്കെയല്ല ബൈബിളിൽ പഠിപ്പിക്കുന്നത്. ആ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാരും നിത്യജീവൻ പ്രാപിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അത് നിശ്ചയം ഉണ്ടല്ലോ. അതെ. അപ്പൊ അത് ആഗ്രഹിച്ചിട്ട് ദൈവം നടക്കണ്ടേ? അത് നടത്തണം. അപ്പൊ പിന്നെ അതല്ലേ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിത്യജീവൻ ഉണ്ടാകണ്ടേ? എല്ലാരും അതെങ്ങനെ ദൈവമക്കളാകണ്ടേ? അത് എന്ത് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്ന ഈ നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മരിക്കുന്നില്ല. നമ്മുടെ മരണത്തിൽ നിന്നുള്ള ഒരു രക്ഷ. എന്നിട്ട് ഇപ്പൊ നിത്യജീവൻ കിട്ടിയത് ആരാ ഉള്ളത് ഇവിടെ? എല്ലാരും മരിച്ചുപോയില്ലേ? അല്ല, അവര് മരിച്ചിട്ട് വേറെ എവിടെ അറിയത്തില്ലല്ലോ. അറിയത്തില്ല. അപ്പൊ അറിയില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഇടുന്ന് പറയണേ. നമുക്കറിയില്ലല്ലോ. അപ്പൊ ആർക്കും നിത്യജീവൻ പക്ഷെ കിട്ടിയായിട്ട് നമ്മൾ കാണുന്നില്ല. ബൈബിൾ അനുസരിച്ച് പറയാൻ മരിക്കുന്നില്ലല്ലോ അങ്ങനെ. ബൈബിൾ അനുസരിച്ച് മരണാനന്തര പറഞ്ഞ ജീവിതം ഉണ്ടല്ലോ. ആരാ അങ്ങനെ ബൈബിൾ അനുസരിച്ച് മരിക്കില്ലെന്ന് ആരാ പറഞ്ഞു? മരണാനന്തര ജീവിതം, നിത്യജീവൻ ഉണ്ടല്ലോ. അത് ആരാ നീ പറഞ്ഞത്? എവിടെയാ അത് എഴുതി വെച്ചേക്കണേ? എവിടെ എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല. എവിടെങ്കിലും ഉണ്ടാവൂലോ, വായിച്ചിട്ടുള്ള ഓർമ്മ വെച്ചിട്ട്. ഘോഷിച്ചാൻ അവിടെയും തൊടത്തില്ല, ഇവിടെയും തൊടത്തില്ല. എവിടെയെന്ന് പറ. നിങ്ങളങ്ങ് പോവാ ഒന്നും പറഞ്ഞു തരത്തില്ല. പടപ്പ് തല്ലി പോവാ. എവിടെയാന്ന് പറ. എന്താണ് നിങ്ങൾ എവിടെയാ? നിങ്ങൾക്ക് എനിക്ക് പ്രശ്നം? അറിയത്തില്ല സഹോദര. നിങ്ങൾ എനിക്ക് പറഞ്ഞ ഞാൻ എനിക്കിതില് ഇപ്പൊ നിങ്ങൾ എനിക്ക് നിങ്ങളല്ലേ പറഞ്ഞ പറഞ്ഞ നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞു. അത് അതൊക്കെ ഞാൻ എവിടെയാണ്? കേട്ടതെന്നേ. എനിക്കറിയത്തില്ല. നിങ്ങൾ പറഞ്ഞതാ. എന്തൊക്കെ പലതും പറഞ്ഞ് പിച്ചുമ്പേം പറയും. അതൊക്കെ കേട്ട് നീ എന്തിനാ അപ്പൊ നിങ്ങൾ അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള വിട്ടോളൂ. പറഞ്ഞതാ. ഞാൻ അതല്ലേ പറഞ്ഞ. ഞാൻ ഏതെങ്കിലും പേടിയാണ്. ഒന്നും ചെയ്യണ്ട. ചുമ്മാ നീ ഇപ്പൊ ജോലിക്ക് പോവാ, ജോലി ചെയ്ത് വരിക, സുഖമായിട്ടിരിക്കുക. ആ തലമാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കൂട്ടുകെട്ട് നിർത്തുക. നീ രക്ഷപ്പെട്ടു. ജോലിക്ക് പോവാ, ആരെങ്കിലും നിന്റെ കൂടെ ജീവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ വയ്യായ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പറ്റുന്ന രീതിയിൽ. അപ്പം നമ്മള് പള്ളിയൊന്നും വേണ്ട, വിശ്വാസമൊന്നും വേണ്ട, നമ്മള് ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നൊന്നും വിശ്വസിക്കണ്ട, അങ്ങനെയാണോ?
അത് പള്ളിയിൽ പോയാലാണോ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ? അല്ല, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊന്നും വേണ്ട, നമുക്കൊരു മതമൊന്നും അങ്ങനത്തെ ഒന്നും വേണ്ട. അതായത് അങ്ങനെയാണ് കോശി ഞാൻ പറയുന്നത്. അല്ല, നിനക്കിപ്പോ അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നിന്റെ ഉള്ള വിശ്വാസം പോവല്ലേ ഇത്. അല്ല അത് വിട്, ഇപ്പൊ കോശിയെ പറഞ്ഞു തരുന്നത് എന്തുവാ? നീ ഇപ്പൊ ഓൾറെഡി നിരീശ്വരവാദിയായിട്ട് നിന്നാലേ, നീ ഓൾറെഡി 3 ആഴ്ച മുമ്പ് വരെ പ്രാർത്ഥിച്ചും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആള്, ആരാധന ലീഡ് ചെയ്ത് വർഷിപ്പ് ലീഡർ അല്ലായിരുന്നോ? അതെ. അപ്പൊ നീ അവിടെ പോയിട്ട് നിനക്ക് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട്. ഞാൻ പറഞ്ഞു, ഇതെല്ലാം മനുഷ്യരിലും ഒരു 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 ഇങ്ങനത്തെ ഒരു സഭയ്ക്ക് വരെ ഡാർക്ക് ഏജസ് ഇല്ലായിരുന്നു. എല്ലാ അതെ. അപ്പൊ മനുഷ്യരിലും അപ്പൊ സംഭവം നിനക്ക് ഉണ്ടാവും. നല്ല റൈറ്റ് ടൈമാണ്. ഇപ്പൊ നീ ഇപ്പൊ എങ്ങനെ ആയിരിക്കുന്നു ആ അവസ്ഥയിൽ നീ സന്തോഷമായിട്ടിരിക്കുക. എങ്ങനെ? അതായത് ബന്ധുക്കോസിനെ പോണെന്നാണോ? നിനക്ക് എന്താണോ, നീ ഇപ്പൊ 3 ആഴ്ചയായിട്ട് അവിടെ പോകുന്നില്ല, നീ അത് വിട്ടു. അതിനകത്ത് നിനക്കൊരു റീസൺ ഉണ്ട്. അപ്പൊ ആ റീസണിൽ നീ നിക്കുക, അല്ല, നീ അത് ശരിയാണെന്ന് സന്തോഷമായിട്ടിരിക്കും. ആരെയും പറയാൻ ചിലപ്പോൾ തിരിച്ചു പോയേക്കാം. അതിപ്പോ ഏതാണോ ശരി അങ്ങോട്ട് നമ്മൾ സത്യമല്ലേ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒന്നും ഇവിടെ പഠിക്കുകയോ അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അങ്ങനെ രാവിലെ കഴിക്കുന്ന ഞാൻ ഭക്ഷണം ചോദിക്കുന്നത് കഴിക്കുന്നു. അതല്ല, നീ ഇതെല്ലാം വിട്ടിട്ട് ഇതിലേക്ക് പോകുക. അതായത് ദൈവം എന്നുള്ള ഈ പ്രകൃതി കാണുന്ന, പ്രകൃതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന, ഈ ലോകത്ത് നമ്മൾ ദൃശ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇതെല്ലാം സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, എന്താണ് നിന്റെ അതിനകത്ത് ഒപ്പീനിയൻ? അതാണല്ലോ നമ്മുടെ ഈ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ചിന്ത എന്ന് പറഞ്ഞത്. സകലത് ഈ കാണുന്നതിനെല്ലാം ദൈവം സൃഷ്ടിച്ചു, ഇതിന്റെ പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട് എന്നുള്ളത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം. അത് എങ്ങനെ വിശ്വസിക്കണം? എന്തെങ്കിലും അതാദ്യം നമ്മൾ മൊറാലിറ്റി ഒക്കെ മാറ്റി വെക്കുക. ആദ്യം അതുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് വരിക. ഒന്നെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഈ ബിഗ് ബാങ് തിയറി പോലെ ഇവിടെ എനർജി ഉണ്ടായിരുന്നു, എനർജി മാറ്ററും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളിവിടെ ശാസ്ത്രകുതികൾ പറയുന്ന പോലെ അങ്ങനെ അങ്ങനെ ഇതുണ്ടായി, പൊട്ടിത്തെറിച്ചുണ്ടായി, പിന്നെ കൽക്കോളത്തിൽ ഇടിവെട്ടി കൃമി ഉണ്ടായി, കൃമിയിൽ നിന്ന് മനുഷ്യനുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക. അതല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ഇതാണ്, 2 ഗ്രൂപ്പാണിത് മനുഷ്യരിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഡിവൈഡൻസ് ആണ്. പിന്നെ നമ്മൾ കുറച്ച് പേര് അങ്ങനെ മുസ്ലിങ്ങളാവും, കുറച്ച് ഹിന്ദുക്കളാവും, കുറച്ച് പെന്തക്കോസാവും, അങ്ങനെ അത് വരുന്നത്. മനസ്സിലായോ? എല്ലാവരും മിക്സ് ചെയ്യരുത്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് നീ എന്ന് അറിഞ്ഞിട്ടാണ് അടുത്ത ചോദ്യങ്ങൾ വരുന്നത്. നീ ഏത് ഗ്രൂപ്പിലാണ് ഇപ്പൊ? ആ ഗ്രൂപ്പ് ഞാൻ ബിന്യോ, ആ ഗ്രൂപ്പ് ഏതാണെന്നാണ് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. ഏതിലോട്ട് പോകണം അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഏത് ഗ്രൂപ്പാന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നീയല്ലേ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. ഏതാണ് ശരിയെന്ന് അറിഞ്ഞിട്ടില്ല നമ്മൾ അതായത് അപ്പൊ നമുക്ക് ആദ്യം ഈ പുള്ളി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നിനക്കിപ്പോ സംശയം. ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ഒരു ദൈവം. ആഴ്ചകളായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് അതല്ലേ സഹോദര? അതല്ല നീ ചോദിച്ചത്. നീ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊരു വ്യക്തിയുടെ ഇപ്പൊ ദൈവം ഉണ്ട്, ദൈവത്തിന്റെ മൊറാലിറ്റിയാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത്. മൊറാലിറ്റിയുടെ വിട്, മൊറാലിറ്റി നമുക്ക് പിന്നിടുക. ആദ്യം ഈ പുള്ളി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? ആദ്യം ഉണ്ടോ? അതായത് ഹെൻറി, ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത്, അതായത് ഞാൻ ഇതിനോടൊരു ഉത്തരം പറഞ്ഞിട്ട്, അത് ഹെൻറിയെ സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ സൃഷ്ടിച്ചു, ഈ കാണുന്ന ഭൂമിയൊക്കെ ഡിസൈൻ ചെയ്ത ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് ഹെൻറി വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് ഇതെല്ലാം വിശ്വസിക്കണമെങ്കിൽ അതല്ല നമ്മുടെ ചോദ്യം. നമുക്ക് അത് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് വേണ്ട വിശ്വസിക്കാനായിട്ട്. അതായത് ഇത് സൃഷ്ടിച്ചത് ഒരു ദൈവ സൃഷ്ടാവ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെ ആളെ കാണുന്നില്ല. അതാണ് പ്രശ്നം അല്ലേ? ആളെ കാണുന്നില്ല, നമുക്കിങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെ വിശ്വസിക്കുന്നത്? ഉണ്ടോ ഇല്ലോ? പിന്നെ ചുമ്മാ ഇല്ല. അപ്പൊ വിശ്വസിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് അത് ഉണ്ടോ ഇല്ലയോ സൃഷ്ടിച്ചാണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക്, ഇല്ലേ? അറിയത്തില്ല, അതാണ് പ്രശ്നം. അറിയത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അറിയത്തില്ല നമുക്ക് ഇത് സൃഷ്ടിച്ചു എന്നുള്ള, പിന്നെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചോദ്യത്തിലോട്ട് വരിക. അങ്ങനെ ദൈവം എന്നുള്ള ഒരു ശക്തി ഇല്ലെങ്കിൽ ഇത് പിന്നെ എങ്ങനെയായിരിക്കും സൃഷ്ടിക്കപ്പെട്ടത്? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമം നടക്കുക. നിങ്ങളെല്ലാം ഇങ്ങനെ വാരി എറിഞ്ഞിട്ട് എനിക്കിതിന് ഉത്തരം തരും, നടത്തുന്നത്. അപ്പൊ ഞാൻ ഇത്രയും എന്റെ വർഷങ്ങളായിട്ട് സഹോദരൻ, ഇത് നിങ്ങൾ ആദ്യത്തെ ആളല്ല ഹെൻറി. ലക്ഷക്കണക്കിന് നിരീശ്വരവാദികളും വിശ്വാസികളും ഉള്ള ഒരു സ്ഥലമാണത്. അപ്പൊ അതിൽ നിങ്ങൾ ഒരു പുതിയതായിട്ടൊരു സംഭവം കണ്ടുപിടിച്ചതല്ല അത്. ഇത് ഒരുപാട് പള്ളി പോയിക്കൊണ്ടിരിക്കുമ്പോ ഇത് പുതിയതായിട്ട് എനിക്ക് ഒന്നും എന്റെ ഹെൻറി, ഇത് പുതിയൊരു ഫ്രഷ് എന്ന് പറയാൻ പറ്റും സാധനം അല്ലല്ലോ. ഇവിടെ അനേകം ആണ്. അപ്പൊ നിങ്ങൾ ഓക്കെ. അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. ഇത് ഒരുപാട് ചോദിച്ച ആളുകള് കുറെ പേര് നിരീശ്വരവാദത്തിലോട്ട് പോയി, പിന്നെ നിരീശ്വരവാദത്തിൽ നിന്നിട്ട് പിന്നീട് തിരിച്ച് വിശ്വാസത്തിലേക്ക് വന്നു. പ്രത്യേകിച്ച് നമ്മുടെ മാത്തുക്കുട്ടി, നമ്മുടെ ആൻഡോ, ഇവരൊക്കെ അറിയാലോ, പ്രിൻസ്, ഇവരെല്ലാം ഇങ്ങനെ ഒരു സമയത്ത് നിരീശ്വരവാദത്തിലോട്ട് പോയിട്ട് പിന്നീട് അവർ തിരിച്ചു വന്നവരാണ്. അപ്പോ ഹെൻറി അതിന്റെ ഒരു പാതയിലാണ്, തുടക്കത്തിലാണ്. സമയം എടുക്കും. ഞാൻ ഉണ്ടായിരിക്കാം. എന്നോടൊന്നും ചോദിക്കായിരുന്നത്. ഞാൻ ചോദിച്ചോണ്ടല്ലേ ഞാൻ വിട്ടിയത്. നീ എന്നോട് മിണ്ടരുത് പറഞ്ഞിട്ട് നീ എന്നോട് ചോദിക്കണ്ടോ? ഞാൻ മിണ്ടൂല.
ഹെൻറി പറ ഹെൻറി. അപ്പം ശിവജ നമ്മൾ അന്ന് ഞാൻ ചോദിച്ചത്, അപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കുറെ എല്ലാം അടുത്താണ് പറഞ്ഞ് പിന്നെ ആൾക്കാരും റെപ്യൂട്ടേഷൻ ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് ഞാൻ ഒരു IPC കാരനാണ്. IPCയിൽ 30 സംതിങ് വർഷം ആയിട്ട് IPCയിൽ ഉണ്ടായിരുന്നു. ഒരു 3 ആഴ്ച മുമ്പ് വരെ വർഷിപ്പ് ലീഡ് ചെയ്തിട്ടുണ്ട്. ഞാനും പിന്നെയൊക്കെ PFP പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം ഞാനിങ്ങനെ എല്ലാവരുടെയും ഇത് കേൾക്കും, ശിവപാസ്റ്റർ കേൾക്കും, രവീന്ദ്രന്റെ കേൾക്കും, എല്ലാവരുടെയും കേൾക്കും. അതിനകത്ത് തന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം കഴിഞ്ഞ ദിവസം പുള്ളി ചോദിച്ചതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലേ, ഇത് പിന്നെ ഇത് എൻ്റെ ഒരു പുതിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇത് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കേട്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തപ്പോൾ അതിനൊരു ആൻസർ തേടി നടക്കുവാണ്. ഇത് പുള്ളി ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ലോകത്ത് ഒരു റേപ്പ് നടക്കുമ്പോൾ, ഒരാള് ഒരു പെൺകൊച്ചിനെ റേപ്പ് ചെയ്യുമ്പോൾ അല്പം നന്മയുള്ള മനുഷ്യനാണെങ്കിൽ അത് കണ്ടുനിൽക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഒന്നിനെ പോലീസിനെ വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇത്രയും സ്നേഹവാനായ ദൈവത്തിന്റെ മുൻ അറിവിൽ എല്ലാം അറിയാം, ഇന്ന ദിവസം ഈ സമയത്ത് ഇങ്ങനെ സംഭവം നടക്കും എന്ന് അറിയുമ്പോൾ തന്നെ അത് അനുഭവിച്ചു കൊടുക്കും. അതായത് ഇപ്പം അടുത്ത ആൾ എന്നോട് പറഞ്ഞത് ഫ്രീ വില്ലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഫ്രീ വില്ലിനകത്തും പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഫ്രീ വില്ലുണ്ടെങ്കിൽ ആ ആക്ഷൻ എടുക്കാനും അത് ചെയ്യാതിരിക്കാനുള്ള ചോയ്സ് കൊടുത്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതിനകത്ത് ചെയ്യണമെന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നതെന്നും ഈ സർവ്വജ്ഞാനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. എന്നിട്ടും അത് അനുഭവിച്ചു കൊടുക്കുന്നു. പെൺകൊച്ചു അവിടെ കൊല്ലപ്പെടുവോ എന്തെങ്കിലും ചെയ്യുന്നു. അപ്പം ഒരു മനുഷ്യന് ഇത്രയും സ്നേഹമുണ്ട്, ഇത്രയും സ്നേഹവാനായൊരു ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, വേറൊരു പ്ലാൻ കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ഞാൻ അടഞ്ഞു നടക്കുന്ന ആൻസർ ഇങ്ങനെ തേടിയിട്ട്. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരുടെയും പാവത്തിന് വേണ്ടി മരിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോഴും എല്ലാവരും രക്ഷപ്പെടും. അതൊരു പെന്തക്കോസ്തായിരിക്കും, അങ്ങോട്ട് പോകണ്ട. അത് പിന്നെ ഞാൻ പറഞ്ഞു വെച്ചേക്കാം. അതായത് പെന്തക്കോസ് പറയുന്നത് എനിക്കത് അറിയത്തുള്ളൂ. അപ്പൊ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു, പക്ഷെ സംഭവം നടന്നില്ല. അപ്പൊ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഒരു ഒരാളെ ദൈവമൊന്നും വിളിക്കാൻ പറ്റുമോ? അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പൊ ഇതിനൊക്കെ ഒരു ഇങ്ങനെ ഒന്ന് ആരിലൊന്ന് ആൻസർ കിട്ടിയാല് നല്ലതായിരുന്നുള്ള ഒരു ഇതിലാണ്. കേട്ടില്ലായിരുന്നു നെറ്റ്. അത് കേട്ടു സഹോദര. അങ്ങനെയുള്ള ഈ ദൈവവിശ്വാസം എന്നൊക്കെ ഉള്ളത് അറ്റർ ഫൂളിഷ്നെസ് ആണ്. അപ്പൊ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അന്ധമായിട്ട് വിശ്വസിക്കാന്നുള്ളതേ ഉള്ളൂ. യുക്തിപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പം ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും ഉണ്ടാവും. അതിനാണ് വിശ്വാസ പ്രതിസന്ധി. അപ്പൊ നമ്മള് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. അല്ല, ഈ ദൈവവിശ്വാസം എന്നുള്ളത് ഒരു യുക്തിയില്ല, മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിക്കാന്നുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ യുക്തിപരമായിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ യുക്തിപരമായിട്ട് ഉറപ്പിക്കണമെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുക. അപ്പൊ അവിടെ യുക്തിപരമായിട്ട് ഉള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് രവിചന്ദ്രൻ അടക്കമുള്ള ടീം അത് ഞങ്ങളുടെ അടുത്തോട്ട് വരികയില്ലാത്ത. അത് പെന്തക്കോസുകാരൊക്കെ അവർ പോയി കറക്കും. ഗ്ലോറിയസ് ദൈവം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്ലോറിയസ് പറയുന്നത് എന്തോ? അപ്പൊ ഈ ദൈവം താൻ കേട്ടിട്ടുണ്ടോ? വിമാനം തകർന്നാൽ വിമാനം തകർന്നാൽ എന്റെ ബ്ലാക്ക് ബോക്സ് തകരത്തില്ലെന്ന് കേട്ടിട്ടുണ്ടോ? വിമാനം തകർന്നാലും എന്റെ ബ്ലാക്ക് ബോക്സ് തകരത്തില്ലെന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? വിമാനമൊക്കെ തകർന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു, ബ്ലാക്ക് ബോക്സിന് വേണ്ടി അന്വേഷിച്ചു. ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിമാനത്തിന്. അതിന് ഓറഞ്ച് കളറാണ്. ഏറ്റവും വലിയ രസമാണ്. ഈ ബ്ലാക്ക് ബോക്സിന്റെ കളർ ഓറഞ്ചാണ്. ഈ ഓറഞ്ച് നിറത്തിലുള്ള ഈ പെട്ടിക്കൊന്നും പറ്റത്തില്ല. വിമാനം തകർന്നാലും ഇത് തകരാതെ വന്ന് കിടക്കും. എല്ലാ ഡേറ്റയും അതിനകത്തുണ്ട്. അത് എന്തുകൊണ്ടാണ് വിമാനം തകർന്നത്, കോക്പിറ്റിലെ സംഭാഷണങ്ങള്, ഇതെല്ലാം അതിനകത്ത് നിന്ന് എടുക്കുന്നത്. അപ്പൊ സാറ് പഠിപ്പിച്ചു വിമാനം തകർന്നാലും ബ്ലാക്ക് ബോക്സ് തകർച്ച. അപ്പൊ ഒരു ബിരുദം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വിമാനം മൊത്തം ബ്ലാക്ക് ബോക്സ് വെച്ച് ഉണ്ടാക്കാൻ വരെയെന്ന് ചോദിച്ചു. അപ്പൊ വിമാനം തകരത്തില്ലല്ലോ. അത് രവിചന്ദ്രൻ ചോദിച്ചതാ. ഇങ്ങനെയുള്ള മണ്ടത്തിലാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെന്നാ ദൈവം ഉണ്ടെന്ന് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാം. അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ്, അപ്പൊ അങ്ങനെ ആണെങ്കിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം അതെങ്ങനെ ദൈവം അറിഞ്ഞിട്ടാണോ നടക്കുന്നത്? ദൈവം എങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ? അതാണ് പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളുടെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ, ഈ പറഞ്ഞ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ, ഈ പെന്തക്കോസിന്റെ എല്ലാം ദൈവവിശ്വാസം ഡ്യുവലിസമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം വേറെ, നമ്മൾ വേറെ. അപ്പൊ ദൈവം എന്തുകൊണ്ട് അത് ചെയ്തില്ലെന്നുള്ള ചോദ്യം വരും, സംശയം വരും, നിരീശ്വരവാദം ഉണ്ടാവും. ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ അല്ലെ പൗരസ്ത്യ ക്രിസ്ത്യാനികളുടെ നമ്മൾ തന്നെയാണ് ദൈവം. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്താനൊന്നും പോകണ്ട. മനസ്സിലായോ? അതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. എന്റെ തന്നെയാണ് ദൈവം. എന്റെ റേപ്പ് നടക്കുന്നുണ്ട്, എൻട്രി പോയി തടഞ്ഞോണം. അല്ല, അത് അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത സംഭവങ്ങളുണ്ടല്ലോ. ആരും ഇപ്പൊ റേപ്പ് ചെയ്യുന്നവൻ പിശാചും റേപ്പ് പോയി തടയുന്നവൻ ദൈവമാണ്. എൻട്രിക്ക് വേണം പിശാചാകാം, അല്ലെ എൻട്രിക്ക് വേണം ദൈവമാകാം. അതെ, അപ്പൊ അവിടെ ഒരാൾ പോലും ഇല്ലാത്ത സംഭവങ്ങൾ നടക്കുന്നില്ലേ? അപ്പൊ അവിടെ ഒരു ദൈവം ഇല്ലാത്ത സംഭവങ്ങൾ, അപ്പൊ അവിടെ എന്തോ ചെയ്യും? അവിടെ ദൈവം പിശാചായെന്ന് വെക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഗ്ലോറിയസില് കംപ്ലീറ്റ് ദൈവങ്ങളുടെ കൂട്ടമാണല്ലേ? ദൈവങ്ങളുടെ കൂട്ടമാണ്. അപ്പൊ പിന്നെ ഏകദൈവം എങ്ങനെയാണ് ഏകദൈവം?
ഹെൻറി ചോദിച്ചാൽ ദൈവങ്ങൾ തമ്മിൽ അടിവെക്കാറുണ്ടോ? എങ്ങനെ ഏക ദൈവ ഏക വിശ്വാസം, ഏക ആത്മാവ്, ഏക മാമോദിസ, ഏക ശരീരം എന്നാണ് എഫേസ്യർ 4 വായിച്ചു നോക്ക്. ഇതാണ് യഥാർത്ഥ എല്ലാരും ദൈവങ്ങളാണ് പല ദൈവങ്ങളായി. എടോ ആണടോ, അതുകൊണ്ടാണ് ക്രിസ്തു എന്ന് പറഞ്ഞാണ് ഒരു ക്രിസ്തു അല്ല ഉള്ളത്, യേശു ക്രിസ്തുവാണ്. അതുപോലെ ഓരോരുത്തരും ക്രിസ്തുക്കളാണ്. ക്രിസ്തുക്കളുടെ കൂട്ടത്തെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. ഈ അടിസ്ഥാന തത്വം അറിയാൻ വരാതെ കുറെ പേര് ക്രിസ്ത്യൻ അപ്പോളജെട്ടി അതൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് മണ്ടത്തരം പറഞ്ഞ് പലരും വായിരിക്കുന്ന കേട്ടോണ്ട് പോയി. അല്ല അറിയാൻ വേണ്ടി, അപ്പൊ ഈ ഏകദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ദൈവം എന്ന് പറയുന്നത് അത് മനസ്സിലാകും. അപ്പൊ ഈ തിന്മകളൊക്കെ നടക്കുന്ന അപ്പൊ എങ്ങനെയാ അത്? അത് അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ നിങ്ങൾ വിൻഡോസിൽ ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്, നിങ്ങൾ ലിനക്സിലോട്ട് മാറുന്ന പോലെ നിങ്ങൾ ഡുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് നോൺ ഡുവലിസത്തിലേക്ക് വരണം. അത് കഴിഞ്ഞിട്ട് ഒന്നേം തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഇത് മുഴുവൻ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിൻഡോസിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക, ഞാൻ ലിനക്സിന്റെ ഒരു പ്രോംപ്റ്റ് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് അവിടെ ഫംഗ്ഷൻ ചെയ്യത്തില്ലത്. അതുകൊണ്ട് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ ആശയത്തെ നോൺ ഡുവലിസത്തിലോട്ട് മാറുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ദൈവവിശ്വാസിയായിട്ട് തുടരാം, എല്ലാം യുക്തിപരമായിട്ട്. ഞാൻ അതിന് റെഡിയാ, അതല്ല ചോദിക്കുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ ഈ ദൈവം, അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ ആരോടാ? അപ്പം പ്രാർത്ഥിക്കുന്നത് നമ്മളോട് തന്നെ. ദൈവം നമ്മളോടല്ലേ പ്രാർത്ഥിക്കുന്നത്, അല്ല നമ്മൾ ദൈവത്തോടാണോ? എടോ ഞങ്ങൾക്കൊക്കെ ദൈവം ഞങ്ങളോട് എടോ ദൈവം ഞങ്ങളോടാ പ്രാർത്ഥിക്കുന്നത്, അല്ല നമ്മൾ ദൈവത്തോട്. മനസ്സിലായോ? അതായത് ഈ ദൈവം ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നത്, ഈ കോശിച്ചാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്, പറ്റൂല എന്ന് ദൈവത്തോട് പറയുകയും ചെയ്തു പുള്ളി. ആ ദൈവം നമ്മളോടാ പ്രാർത്ഥിക്കുന്നത്, നിരന്നുകൊള്ളുവാൻ ദൈവത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതാണ് പൗലോസ്ലീഹ പറയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ. അപ്പം ഗോഡ് ഈസ് കണ്ടിന്യൂസ്ലി പ്ലീഡിങ് ടു ക്രിസ്ത്യൻസ്. അപ്പൊ ദൈവം നമ്മളോട് പ്രാർത്ഥിക്കുന്നു, നീ ക്ഷമിക്കൂ, നീ രമ്യപ്പെടൂ, നീ നിരപ്പാകൂ, നീ അനുരഞ്ജനപ്പെടൂ. അപ്പൊ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ മനുഷ്യർ ഇങ്ങനെ നടക്കുന്നതാ പ്രശ്നം. എപ്പോൾ ദൈവത്തിന്റെ പ്രാർത്ഥനയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നു, അപ്പോൾ ഭൂമി സ്വർഗമാവും. അപ്പം ദൈവം നമ്മളോടാ പ്രാർത്ഥിക്കുന്നേ. മനസ്സിലായോ ഹെൻറിക്ക്? മൊത്തം തകിടം പറയും ഹെൻറി. ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം നിങ്ങൾ പഠിച്ചതൊന്നും അല്ല, ടോട്ടലി വേറെയാണ്. ശിവചാൻ പറയുന്നത് ഭയങ്കര കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ സംസാരിച്ചാൽ ഒരു 70% അടുത്ത് വന്നത് മാത്യു എന്ന് പറഞ്ഞ ഒരു ബ്രദറായിട്ട് സംസാരിച്ചപ്പോഴാണ്. പക്ഷെ ശിവപാസ് പറയുന്നത് അതിനെക്കാട്ടിലും ഒക്കെ അപ്പുറമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതാണ്. അല്ല, മനുഷ്യൻ ദൈവമാണ് എന്ന് പറയുന്നത് തന്നെ അത് എന്താണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. എടോ മനുഷ്യനാണ് ദൈവം എന്ന് കാണിക്കാനാണ് ഇൻകാർണേഷൻ. ഇപ്പൊ ദൈവം മനുഷ്യനായി എന്ന് പറയുമ്പോഴേക്ക് ഒരു മനുഷ്യനെ നോക്കി ഇതാണ് ദിസ് ഈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ദൈവം. അതുവരെ മനുഷ്യനല്ല. ദൈവം കാറ്റാണ്, ദൈവം തീയാണ്, ദൈവം പാമ്പാണ്, ദൈവം മറ്റാണ്, മേഘമാണ് എന്നൊക്കെ വിചാരിച്ച ദൈവം മനുഷ്യനാണ്. അതാണ് ക്രിസ്തുമസിന്റെ മെസ്സേജ്. ഇവിടെ 70-80 വർഷം ജീവിച്ചിട്ട് പറഞ്ഞാൽ അപ്പിട്ട് നടന്ന് അവസാനം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന ഒരു മനുഷ്യനെ ദൈവം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് കയറ്റി നിർത്താൻ പറ്റുമോ? ഇവിടെ അങ്ങനെ അപ്പിട്ട് മരിക്കുന്നില്ലല്ലോ, കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയല്ലേ മനുഷ്യൻ. മനുഷ്യൻ എവിടെ കണ്ടിന്യൂ ചെയ്തു പറയുമ്പോഴത്തേന് അതിനെന്താ തെളിവ്? കേവലം ഒരു വിശ്വാസം മാത്രമല്ലേ? മനുഷ്യൻ കണ്ടിന്യൂ ചെയ്തില്ലേ? മനുഷ്യനല്ലേ ഇവിടെ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അതാണ് ഇൻഡിവിജ്വലിസം ഞങ്ങൾക്കില്ലെന്നേ. ഞങ്ങൾ ഹോൾ ഹ്യൂമൻ റേസിനെ ഒന്നായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. അതെന്തെങ്കിലാട്ടെന്നറിയാ, മരിച്ച ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം തെളിയിക്കണല്ലോ. ഇത് ഞങ്ങൾക്കിപ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ, തെളിയിക്കേണ്ട ആവശ്യം. മനസ്സിലായില്ലേ? ഈ തെളിയിക്കണ്ടായി എന്ന് പറയുന്ന പോലെ ഇവിടെയുള്ള കുറെ ആളുകൾ പറയുന്നതിന്റെ പുറകെ കുറെ പേര് നിങ്ങൾ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? ഞാൻ ഹെൻറിയോടെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഉപദേശം കൊടുക്കുന്ന ഒരാള് ഡെസ്പറേറ്റ് ആയിട്ട് ഈ ട്രൂത്തിന് വേണ്ടി തിരയുമ്പോൾ മാത്രമേ ഞങ്ങൾ സത്യം വിൽക്കാറില്ല. വി നെവർ സെൽ ട്രൂത്ത്, വി ബൈ ട്രൂത്ത്, വി ആർ ട്രൂത്ത് ബയേഴ്സ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് വില പേശേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് വിൽക്കാൻ ഇവിടെ സാധനമില്ല, ഞങ്ങൾ വിൽക്കുന്നില്ല. അല്ല, ഈ ഹെഡിങ് ഭയങ്കര കറക്റ്റ് ആവട്ടെ. അത് ഒരു പ്രവചന രീതിയിൽ ഇട്ടതാണെങ്കിലും മിക്കവാറും അതിനാണ് സാർ. ആ രീതിയിൽ യുക്തിപരമാണ്. എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റ് ഉത്തരവുണ്ട്. ഏത് രവിചന്ദ്രൻ വന്നാലും അവന്റെ അടിതാവിക്ക് ചവിട്ടി വിടാം, അവനെ വിളിച്ചോണ്ട് പോരും. പിടികെട്ടാ ഭയങ്കര പാടാണ് ഇത് മനസ്സിലാക്കാൻ. അത് വലിയ പാടൊന്നുമില്ല, സ്വല്പം പാടുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അത് വലിയ പാടായിട്ട് തോന്നും, പഠിച്ചു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ദൈവം എന്ന് പറഞ്ഞ ആള് നമുക്ക് ഇതെല്ലാം പ്രീഡിസ്റ്റിൻ അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലയോ? സഹോദര, ഇതെല്ലാം കൂടെ ഒരു ജൈവ വ്യവസ്ഥയാണ്. ഒരു വലിയ മരത്തിലെ പൂവും കായും മലരും തളിരും ഇലയും എല്ലാം കൂടെ നിൽക്കുന്നവരാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ പൂക്കളാണ് ഓരോ മനുഷ്യരും. സിസ്റ്റം ഒന്നാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ എങ്ങനെയാ? ചേട്ടോ, അത് പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞിരിക്കുന്നല്ലേ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ്.
ഊർജ്ജത്തെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധ്യമല്ലെന്ന് കേട്ടിട്ടില്ലേ? ഒന്നും പുതുതായിട്ട് ഉണ്ടാകുന്നില്ല, എല്ലാം പണ്ട് തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ശലോമോൻ എഴുതിയ സഭാപ്രസംഗി വായിച്ചിട്ടില്ലേ? ഉപവാസ പ്രാർത്ഥനയ്ക്കായാലും പാസ്റ്റർ വായിച്ചു കാണുമല്ലോ ആ ഭാഗം. എല്ലാം ഇവിടെ പണ്ട് തൊട്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നു, ഒന്നും നശിച്ചു പോകുന്നില്ല. എവറിത്തിങ് ഈസ് ഹിയർ. അപ്പൊ നമ്മൾ മരിച്ചാല് പിന്നെ നമുക്കൊരു വേറെ ജീവൻ അങ്ങനെ ഉണ്ടോ? എടോ അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ചിന്തിക്കുന്നോണ്ടാണ് ഈ പ്രോബ്ലം എല്ലാം വരുന്നത്. ഓരോ അല്ലല്ല, ഇൻഡിവിജ്വലിനെ അങ്ങനല്ല. നമ്മളിപ്പോ ഞാൻ ആരെങ്കിലും മരിച്ചു പോയാല് പിന്നെ ഇനി നമ്മള് ഒരു ജീവിതം ഉണ്ടെന്നാണോ, എങ്ങനെയാ അതിന്റെ? അല്ല, ജീവിതം അതിനൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷെ അതിപ്പം നമ്മള് ആദ്യം ഫൗണ്ടേഷൻ വന്നെങ്കിലേ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം തന്നെ അതിരുന്ന് പറഞ്ഞിട്ട് കാര്യം. നിങ്ങൾ ആദ്യം ഈ ദൈവവും മനുഷ്യരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം, മനുഷ്യൻ, പ്രകൃതി ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ഒരു സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? അല്ല ദൈവം വേറെ, പ്രകൃതി വേറെ, മനുഷ്യൻ വേറെ, മൂന്നായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ ഒരു ചിന്ത അത് വളരെ സത്യം. പക്ഷെ ഈ പ്രാർത്ഥിക്കുന്ന അതാ എനിക്ക് നമ്മള് സ്വർഗസ്നായ പിതാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പൊ ആരോടാണെന്നുള്ളത്. അതല്ലേ ഞാൻ പറഞ്ഞേ, ഇത് നമ്മൾ ഡ്യുവലിസ്റ്റിക് ആയിട്ടല്ല ഈ പ്രാർത്ഥന വരുന്നത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നമ്മളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ചിന്തിക്കും നമ്മൾ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കല്ല, ദൈവം നമ്മളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊരു അതൊന്ന് ക്ലിയർ ആക്കാവോ? മനസ്സിലായില്ല. മ്യൂച്വൽ ട്രാൻസ്ഫർ ആണ്. ബൈബിളിൽ തന്നെ എന്തോരം തെളിവുണ്ട്. ദൈവം പ്രാർത്ഥിക്കുന്നു, ദൈവം മനുഷ്യനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചെവി കൊടുക്കുന്നില്ല. ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ ഈ പള്ളിയിൽ പോകുന്നതും നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതും ഇത് അതിന്റെയൊക്കെ ഒരു പ്രസക്തി എന്തോ? പള്ളിയിൽ പോകുന്നത് സ്കൂളിൽ പോകുന്നവരുള്ളതേ. സ്കൂളിൽ പോയി കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പിന്നെ സ്കൂളിൽ പോകുന്നു. എന്നും ആയുഷ്കാലം മുഴുവൻ ഒരുത്തൻ പള്ളിയിൽ പോയിരുന്ന ഒരേ കാര്യം കേട്ടോണ്ടിരിക്കണമെന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമല്ല. അവനെന്തിനാ എന്നും പോയി അതും കേട്ടോണ്ടിരിക്കും. സഹോദരൻ, ഇവിടെ ഈ പറഞ്ഞ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ ഒരിക്കലും ഗ്രാജുവേഷൻ നടക്കുന്നില്ലല്ലോ. എന്നും ഇവനെ വിളിച്ച് ഒരേ കാര്യം പറഞ്ഞോണ്ടിരിക്കില്ല. ആരും ഗ്രാജുവേറ്റ് ചെയ്തില്ല. ആരെങ്കിലും ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്? ഒരേ കാര്യം ഒരേ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ആ പിള്ളേരെല്ലാം പിറ്റേ കൊല്ലം ആ സ്കൂളിൽ തന്നെ പഠിച്ച് ലൈഫ് 90 വയസ്സായിട്ട് ആ സ്കൂളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ സ്കൂള് അടച്ചു കൂട്ടുന്നല്ലേ നല്ലത്? അല്ല, അത് പഠിക്കാൻ വേണ്ടി തന്നെ നമുക്ക് അവിടെ പോകുമ്പോ ആ ദൈവ ഒരു സന്തോഷം അതൊക്കെ കിട്ടണ്ടേ? ആ ഒരു ദൈവമായിട്ടുള്ള ഒരു അപ്പൊ ഒരിക്കലും എഡ്യൂക്കേഷൻ നടക്കുന്നില്ല. അപ്പം ഒരു വേശ്യാലയമോ മദ്യഷാപ്പോ ഒക്കെ പോലെ അതാകുമ്പോ എന്നും പോകും, എന്നും പോയി പരിപാടി നടത്തിച്ച് പോരും. അപ്പൊ അതുപോലെയായി പോയി സഭകള്. എഡ്യൂക്കേഷന് എൻലൈറ്റ്മെന്റ്, എഡ്യൂക്കേഷൻ ഇതൊക്കെ ആണെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടാവും, മച്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ മച്യൂരിറ്റി ഉണ്ടാകുന്നവരെ ഈ വരുള്ളത് FSL 4 പൗലൂസിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആരും മച്യൂർ ആകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരാജയമാണ്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയിൽ പോകണ്ടെന്നാണോ? അങ്ങനെയാണോ? പോയിട്ട് കാര്യമില്ലെന്നാണോ? നിങ്ങൾക്ക് ആ മച്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ എന്തിനാ അവിടെ പോയിരുന്നു ഒരേ കാര്യം കിട്ടും. അത് ഞാൻ സത്യം പറഞ്ഞ ഉത്തരം മുട്ടിപ്പോയി കേട്ടോ. ഇങ്ങനൊക്കെ പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. ശരിയായിരുന്നു. ബെന്തക്കോസിന്റെ അത് ഉള്ളിൽ കിടക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ. പിന്നെ സാധ്യത കാണുന്നു. അല്ല, ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി. കാരണം ഇപ്പൊ എനിക്ക് ഒരു ഉത്തരം ഒന്നും ചോദിക്കാൻ കിട്ടുന്നു ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേ. ഞാൻ മറ്റേ ഫ്രീ വില്ലൊക്കെ പ്രതീക്ഷിച്ചാ വന്നത്, അതൊക്കെ പറയായിരിക്കും വിചാരിച്ചു. അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഈ കോശിച്ചാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന 2 ലൈവ് ഒക്കെ എടുത്തു തരും. അപ്പൊ അതൊക്കെ ഒന്ന് കേട്ട് നിങ്ങൾ ഇത് കാര്യമായിട്ട് എന്നൊരു ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങും. ഒത്തിരി കാര്യം ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വരുന്നില്ല. കാരണം മൊത്തം തെറ്റിപ്പോയി, ആ പ്ലാൻ തെറ്റിപ്പോയി. ഞാൻ വേറെ രീതിയിലാണ് പ്രതീക്ഷിച്ചോണ്ട്. അപ്പൊ റൂട്ട് മാറി. ദൈവം പ്രാർത്ഥിക്കുന്നു എന്നുള്ള ലൈവ് പണ്ട് 1 വർഷം 1.5 വർഷം മുമ്പ് ഷൂറ്റാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് മനനം ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞത് ഞാനൊന്ന് കാരണം എനിക്ക് ഇപ്പൊ ഒന്ന് ചോദിക്കും. ഞാൻ കാരണം വേറൊരു റൂട്ടാ പ്രതീക്ഷിച്ച് വന്നത്, ഫ്രീ വില്ല അങ്ങനെയൊക്കെ പോകുന്ന. പക്ഷെ അതെനിക്ക് അതിനകത്തൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോ ഈ കേട്ടതിനെ ഒന്ന് മനനം ചെയ്തതിന് ശേഷം ബാക്കി ചോദ്യമായിട്ട് വീണ്ടും വരും. ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു ആട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് കയറി വന്നാട്ടോ. പക്ഷെ നിങ്ങൾ തട്ടിക്കിട്ട് പോയി കേട്ടോ. എനിക്കതിൽ സങ്കടമുണ്ട്. അത് ബെന്തിക്കോസാറ് കളിയാക്കലേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മള് ചേട്ടാ ഞാൻ കണ്ടില്ല. അല്ല കോശ, ഇന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് ഹെൻറി പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യില്ലേ? ഹെൻറി എത്തീസ് പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കും. ഇത് ഒരു ഫിസിക്കൽ ടാഞ്ചിബിൾ എവിഡൻസ് ഉള്ളത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു എത്തിയിസ്റ്റിക് പൊസിഷനെയാണ്. ഇപ്പൊ ജി വളരെ പ്രോഗ്രസീവ് ആണ്. മറ്റേ ഈ ക്രിസ്ത്യൻ നെറേറ്റീവ്സിലൊക്കെ ഡെഫിനറ്റ്ലി പ്രോഗ്രസീവ് ആണ്. പക്ഷേ കൂടുതൽ പഠിക്കും ഇതിനെ കുറിച്ചൊക്കെ. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. പക്ഷേ അത് നമുക്ക് പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോടൊരു സമാധാനമുണ്ടെന്ന് പൗലോസ് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ആയിട്ട് നമ്മൾ കണ്ടന്റ്മെന്റോടുകൂടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അത് ഒരിക്കലും
എത്തീസത്തിനകത്ത് അത് കിട്ടത്തില്ല. എത്തീസ്റ്റുകൾ എന്നും അസ്വസ്ഥരാണ്. മനസ്സിലായോ? അത് സത്യം. ഇവരുടെ വിശ്വാസം പോയി എന്ന് പറയും. വിശ്വാസം പോയി എന്ന് പറയുന്നാല് ആണുങ്ങൾക്ക് ശുക്ലം പോയി എന്ന് പറയുന്നല്ലേ, അത് പിന്നെ ഉണ്ടാകും. അങ്ങനെ പിന്നെ അത് അതിനാണ് ഇവർ ഈ കടവന്ത്ര യോഗം വെച്ച് കുലുക്കി കളയുന്നത്. വിശ്വാസം കളയാൻ വേണ്ടി വരുന്നത് ഇവരതിനെ യോഗം കൂടുന്നത്. അപ്പൊ ഒറിജിനൽ എത്തീസാണ് യോഗം കൂടത്തില്ല, കാരണം അവന്റെ ദാനം പോയി. ഇവര് പിന്നെ ഉണ്ടാകുന്നുണ്ട് ഇവരിത് കളയാൻ വേണ്ടി. അവന് പിന്നെ കളയണം, വിശ്വാസം കളഞ്ഞ്. അതൊരു വിശ്വാസം കളയാനാ സോളമൻ ഇവിടെ വരുന്നത്. ഇവിടെ ഓരോ കുലുക്കി വിട്ട് വിശ്വാസം കളഞ്ഞു പോവാ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഈ നമ്മൾ ഈ ഞാനിപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് അറിയാം, പെട്ടെന്ന് വന്ന ഒരു കാര്യം. ഇപ്പൊ ഈ ലോകത്ത് ചില ആൾക്കാർ, ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര അസുഖം വന്നു, അല്ലെങ്കിൽ അവർ വണ്ടി ഇടിച്ച് മരിക്കുന്നു. ചില ആൾക്കാർ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അവര് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതെന്തോ. ചിലർ മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ഭയങ്കര അസുഖങ്ങൾ വന്ന് അവർ കഷ്ടപ്പെട്ട് മരിക്കുന്നു, ദാരുണമായിട്ട് മരിക്കുന്നു. അപ്പൊ അതെങ്ങനെ അതിലൊരു അൺഫെയർ അലക്കേഷൻ ഇല്ല അവിടെ? അത് അങ്ങനെ നടക്കുന്നത് അല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എക്സ്പ്ലനേഷൻ പല സ്കൂളുകളും പല എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? നമുക്ക് ആ ഓരോ എക്സ്പ്ലനേഷനും എടുത്ത് നോക്കണം. ഇപ്പൊ ഓരോരുത്തരും ചിലപ്പം ഇവര് ഈ ഹിന്ദുക്കൾ അതിന് കൊടുക്കുന്ന ഈ ജന്മാന്തര സുഹൃതം എന്ന് പറഞ്ഞ് അവരൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മരം പോലെയാണിത്. അപ്പൊ അത് ഒന്ന് തന്നെയാണ്, അല്ലാതെ പലരല്ല. അല്ലല്ല, അതല്ല. ഇപ്പൊ ഇതിനൊരു മറുപടി എന്താ ശരിക്കും? അതായത് ചിലർക്ക് അങ്ങനെ വരികയും ചിലർക്ക് അതില് അതാ പറഞ്ഞേ, നമ്മളിപ്പോ ഒരു കച്ചിയെ ലോറി കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ മുഴുവൻ കച്ചിയും ഡെസ്റ്റിനേഷനിൽ ചെല്ലുവോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളൊരു ഈ എൻവയോൺമെന്റിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പല ആളുകൾക്ക് പലവിധ കലാമിറ്റികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് പറ്റിയില്ല എന്ന് പറയുന്ന ആളും അവസാനം എന്ത് ചെയ്യാണ്? മരിക്കുകയല്ലേ? പറഞ്ഞു മനസ്സിലായോ? കുറെ ആളുകൾ കുറച്ച് നേരത്തെ മരിക്കുന്നു, കുറെ ആളുകൾ കുറച്ച് താമസിച്ച് മരിക്കുന്നു. അപ്പൊ ഐഡിയൽ ടൈം ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്ന മക്കളും മക്കളും ഉണ്ടായിട്ട് മരിക്കുന്നു, ചിലർ ഉണ്ടാകാതെ മരിക്കുന്നു. അപ്പൊ ചില മരണം ഭാഗ്യമരണമായിട്ട് കാണുന്നു. മക്കളുണ്ടായി കഴിഞ്ഞ് മക്കള് ഉഴപ്പി നടക്കുന്ന ആളുകൾ പറയുന്നു മക്കൾ ഉണ്ടാകാതിരിക്കായിരുന്നു നല്ലതെന്ന്. അപ്പൊ മക്കളില്ലാത്ത ആളുകൾ മക്കൾ ഉണ്ടാകാൻ വേണ്ടി നേർച്ച നടത്തുന്നു. അപ്പൊ മനുഷ്യന് മുഴുവൻ അത്തരത്തിലുള്ള അസ്വസ്ഥതയാണ്. കാരണം അവരൊരിക്കലും ആ പ്രൈം ആയിട്ടുള്ള ആ ട്രൂത്തിനെ കണ്ടെത്താത്തതുകൊണ്ടാണ് മനുഷ്യൻ അസ്വസ്ഥനാകുന്നത്. മനസ്സിലായി? രോഗികളാകുന്നവർ അസ്വസ്ഥരാകുന്നു, ആരോഗ്യമുള്ളവർ ഉത്കണ്ഠാകുലരാകുന്ന ആരോഗ്യം നഷ്ടപ്പെടുമെന്ന് ഓർത്തു. ഇങ്ങനെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഓരോ മനുഷ്യരെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഈ പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമല്ല, ആരോഗ്യമല്ല, ഉത്കണ്ഠയല്ല, ഇതൊന്നും അല്ല അവന്റെ പ്രോബ്ലം. അവനെ മനസ്സിലായില്ലെന്നുള്ളതാണ് അവന്റെ പ്രോബ്ലം. അപ്പൊ നമ്മളെ മനസ്സിലാക്കുന്നതോടുകൂടെ നമ്മുടെ പ്രോബ്ലം അവിടെ അവസാനിക്കണം. അതുവരെ ചോദ്യങ്ങളും പ്രോബ്ലങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പല പ്രോബ്ലം പറയാം. നമ്മൾ എൻലൈറ്റൻഡ് ആകുക എന്നുള്ള, അവിടെയാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ശരിയാട്ടോ. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരാളിൽ എല്ലാവരും അസ്വസ്ഥരായിരിക്കും. ശരിയാണ്. കറക്റ്റ്. നിങ്ങളിപ്പോ അംബാനിയെ വിളിച്ച് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ പരിചയമില്ല, സപ്പോസ് ഉണ്ടെങ്കിൽ രാവിലെ ഫോൺ വിളിച്ച് അംബാനി എന്നാ ഉണ്ട്, എന്റെ അളി എന്നാ പറയാനുണ്ട്, പക്ഷെ ഒരു സമാധാനം ഇല്ലെന്ന് പുള്ളി പറയുന്നു. പുള്ളിക്ക് അപ്പൊ അവിടെ ആഫ്രിക്കയിലെ പുള്ളി 10,000 കോടി മുടക്കിയെടുത്ത് ഇനി ഉടനെ ആണ്ട് തുടങ്ങാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ആയിരിക്കും പുള്ളിക്ക്. അതുകൊണ്ടാണ് ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരി ഭാരം എന്ന് പറഞ്ഞത്. അപ്പൊ അരി എങ്ങനെ എടുത്തോണ്ട് പോകുന്നുള്ളത് ഉറുമ്പ് വിഷമിക്കുമ്പോൾ തടി എങ്ങനെ പൊക്കുമെന്ന് ഓർത്ത് ആന വിഷമിക്കും. അപ്പൊ ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരി ഭാരം എന്ന് പറയുന്ന പോലെ ഓരോ മനുഷ്യരും ഓരോ ക്ലേശങ്ങളിൽ പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അവനെ ഇതുവരെയും മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ്. അപ്പൊ അതിനാണ് ഞങ്ങള് ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് അവരവരെ മനസ്സിലാകുന്നു, അവർ സമാധാനത്തെ കണ്ടെത്തുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജൂഡനോടോ അനിമോനോടോ, ജൂഡൻ അത്ര പോരാ, കോശിച്ചാനോടോ അനിമോനോടോ ചോദിച്ചോ. അല്ല, പക്ഷെ എന്നാലും പാസ് ഈ പള്ളിയിൽ പോകണ്ടെന്നൊക്കെ പറയാൻ നമുക്ക് അവിടെ പോകുമ്പോഴല്ലേ ഒരു സമാധാനമൊക്കെ കിട്ടുന്നത്. മനസ്സിലായില്ലേ? അതെ. ഇപ്പൊ കക്കൂസി പോകുമ്പോ സമാധാനം കിട്ടും. അതുകൊണ്ടാണ് കക്കൂസിനെ അമേരിക്കക്കാർ റെസ്റ്റ് റൂം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഫുൾ ടൈം അവിടെ കയറി ഇരിക്കാറില്ലല്ലോ. അത് സത്യം. ഞങ്ങൾ ഈ IT ഫീൽഡിലൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് ഒരു സമാധാനം കിട്ടും. അവിടെ ചെന്ന മാനേജറിനെ കണ്ടു തരുമോ? എനിക്ക് ഹെൻറിയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ കിടന്ന് ഇതുപോലെ പറഞ്ഞു തരണ്ട. നിങ്ങൾ കിടന്ന് ഉരുണ്ട് കളിക്കുമല്ലായിരുന്നു. നിങ്ങളൊന്നും പറയണ്ട. ഞാൻ ഇന്നലെ ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇന്നലെ ഇത് തന്നെ ശിവചാൻ പറഞ്ഞ ഇതേ കാര്യം. എടാ, നമ്മൾ തന്നെയാണ് ദൈവം, നമ്മൾ ആരെയാ കുറ്റം വിധിക്കുന്നത്? നീ അന്നേരം അതെങ്ങനെ ശരിയാവും എന്നൊക്കെ നീ എന്നോട് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ചോദിക്കാം, കൂട്ടുകാരാ നിങ്ങൾ കഞ്ചാവ് അടിക്കാറുണ്ടോ? അല്ല, എനിക്ക് ഹെൻറിയോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. അല്ല, കൂട്ടുകാരൻ ഈ ചോദ്യം ചോദിച്ചോണ്ട് ഒരു മുഴുത്ത അപ്പോളജിസ്റ്റിന്റെ അതിനകത്ത് കയറി ചെന്നു. അപ്പൊ ചോദിച്ചാണ്, കൂട്ടുകാരാ ചോദ്യത്തിന് ഞാൻ ആൻസർ പറയാം. കൂട്ടുകാരൻ ആദ്യം ഒന്ന് പറയൂ, കൂട്ടുകാരൻ കഞ്ചാവ് അടിക്കുവോ? അതുപോലെയുള്ള ഡ്രഗ്സ് സംബന്ധമായി എന്തെങ്കിലും അടിക്കുവോ? ഒരാൾ പറയും, ഇല്ല, ഞാൻ അടിക്കത്തേ ഇല്ല. പിന്നെ എന്തോ ഒന്ന് കഴിച്ചിട്ടുണ്ട്. ഹെൻറി, അതെന്തായിരുന്നു ഹെൻറി? ഞാൻ അന്നേരം അവിടെ എന്തോ ഒന്ന് ഒഴിഞ്ഞ്
ഞാൻ നോക്കിയപ്പോ തേ കിടക്കുന്നു. ഇവിടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുക ഉഴപ്പാതെ സോജി പറയട്ടെ. അത് ബന്ധുക്കോസായിട്ട് ചോദിക്കുമ്പോ അവര് വേറെ എന്തൊക്കെയോ എന്നോട് ചോദിച്ചു, കഞ്ചാവാണോന്ന് ചോദിച്ചു ആദ്യം ഞാൻ ചോദിച്ചപ്പം. കാരണം അവർക്ക് പിന്നെ പ്രിൻസിപ്പലിന് ഉറക്കം വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കുറച്ച് റെസ്പോൺസുകളാണ് ഈ ബന്ധുക്കോസായിട്ട് നിന്ന് കിട്ടുന്നത്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് എല്ലായിടത്തും ചോദിച്ചു. പക്ഷെ ഇത് ശിവജാൻ പറഞ്ഞാൽ ഭയങ്കര കറക്റ്റ് ആട്ടോ. അത് ചിന്തിക്കേണ്ടിയിരിക്കും. എനിക്ക് ഇപ്പം തിരിച്ചു ചോദിക്കാനൊന്നും കിട്ടുന്നില്ല. കാരണം അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട്. അല്ല പാസ്റ്റർ, മറ്റേ റെസ്റ്റ് റൂമിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് റേഞ്ച് കട്ടായി, ഞാൻ കേട്ടില്ല. അതായത് അപ്പൊ നമ്മള് ചർച്ച ചെയ്ത് അതിനുവേണ്ടി പോകുന്നതിന് കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? അതെ അതെ, അപ്പൊ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ചർച്ചയിൽ പോകുന്ന അതിനു വേണ്ടി പോവാല്ലേ? അത്രേ ഉള്ളൂ. അതിന്റെ ആവശ്യവും അല്ലാതെ ഇന്നെവിറ്റബിൾ ഒന്നും അല്ല. നിങ്ങൾക്ക് ആ പിന്നെ മെസ്സേജ് വേണമെങ്കിൽ പോഷിച്ചാൻ അയച്ചു തരും കേട്ടോ. ഇതിനകത്ത് എനിക്ക് ലിങ്ക് ഇട്ടാ വളരെ ഉപകാരം. ഇവിടെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടായിരുന്നു. പക്ഷെ കോപ്പി എടുക്കാൻ പറ്റുമോ? കോപ്പി എടുക്കും. ഓക്കെ എടുത്തോളാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ഇപ്പൊ ചോദിക്കാനും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസരമായി പോയി. ഏതായാലും അവിടുത്തെ മെമ്പർഷിപ്പ് കട്ടിയാണ്. ഈ ഉത്തരം മുട്ടിയതായിട്ടുണ്ട്, ചോദ്യം മുട്ടിയതൊക്കെ ആദ്യമായിട്ട്. അത് സത്യമാണോ? ചോദ്യം മുട്ടിയ ഒരു അവസ്ഥയായി. കാരണം ഞാൻ മെയിനായിട്ട് ഫ്രീ വില്ലാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ അതേ പിടിക്കാന്ന് ഓർത്തോണ്ടായിരുന്നു വന്നത്. അപ്പൊ അത് കിട്ടിയില്ല. സത്യമാണ്, ചോദ്യം മുട്ടിപ്പോ എന്നുള്ള ഒരു അവസ്ഥ.